ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും അനുശ്രീന്റെ കസിൻസും കൂടി ഒന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഒരു അമ്പലത്തിലല്ല, ഒരു 2-3 അമ്പലത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങളിതാ വീടിന്റെ അടുത്തുള്ള അയ്യപ്പന്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെ തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നിമോളെ തിരിച്ച് വീട്ടിലാക്കി കൊടുത്ത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളടുത്ത് SM സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നല്ല തിരക്കായിരിക്കും. എനിക്ക് അനുശ്രീക്ക് എക്സാം ആണ് വരുന്നത്. സോ ഞങ്ങൾ പെന്നൊക്കെ വാങ്ങിയിരുന്നു ഹനുമാൻ കോവിലിന് പൂജിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെന്നും വെറ്റിലമാലയും ഒക്കെ വാങ്ങിയിട്ട് ഹനുമാൻ കോവിലിലും കയറി അവിടുന്ന് തൊഴുത്. അവിടുന്ന് ഞങ്ങൾക്ക് പ്രസാദമായിട്ട് വട, പിന്നെ ഓർഗാനിക് പിസ്സ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു കേട്ടോ. പിന്നെ മുല്ലപ്പൂ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് കഴിച്ച് ബാക്കിയുള്ള അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് പൊതിഞ്ഞ കേട്ടോ. മുല്ലപ്പൂ ഒക്കെ അപ്പൊ തന്നെ തലയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുർഗാദേവിന്റെ അമ്പലത്തിലും കൂടി പോയിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി അവിടെ SM ലുള്ള ഒരു കടയിൽ കയറി. എനിക്കൊരു വീട്ടിനിടുന്ന ഡ്രസ്സ് അനുശ്രീന്റെ അമ്മ എടുത്ത് തന്നിരുന്നു കേട്ടോ. പിന്നെ ഐഷുവിന് ഒരു ജീൻസ് വാങ്ങണം പറഞ്ഞപ്പോ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയാണ്. ഐഷുവിന് ഫസ്റ്റ് കണ്ട ജീൻസ് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. ഐഷു ചേച്ചി അത് ഇട്ട് നോക്കി അതിനെ എടുക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ ആര്യഭവനിൽ പോയി. അവിടെ ഇങ്ങോട്ട് എത്തിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര വിശപ്പും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്തത് 4 മഞ്ചൂരിയൻ ദോശയായിരുന്നു. ദോശ കൂടി ടേബിളിലേക്ക് വന്ന സമയത്തുള്ള എല്ലാവരും എക്സ്പ്രഷൻസും കണ്ടാല് വീണ്ടും ഒരു ദോശയും കൂടി ഓർഡർ ചെയ്യേണ്ടി വരുമോ നമ്മൾ വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചൂരിയൻ ദോശ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സാധാരണ ഞാനൊരു മസാല ദോശയൊക്കെ വാങ്ങി കഴിഞ്ഞാല് ഒരിക്കലും ഞാൻ മുഴുവൻ കഴിച്ചിട്ടുള്ള ഒരു ചരിത്രമില്ല, കുറവാണ്. എന്റെ ബാക്കി വേറെ ആരെങ്കിലും ഒക്കെ കഴിക്കേണ്ടി വരും കേട്ടോ. ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ദോശ ഒരു പകുതിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മുഖത്ത് ഒരു ക്ഷീണം വന്നൊടുങ്ങിയിട്ടുണ്ട്. എല്ലാരും പകുതിയോളം ദോശ മതിയാക്കി ഇട്ടോ. ഒരു ആവേശം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയാണ്. എന്തായാലും അത് വേസ്റ്റ് ആക്കി എന്നൊന്നും വിചാരിക്കണ്ട. അത് പൊതിഞ്ഞിട്ട് പാർസലാക്കി വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇതാണ് അനുശ്രീന്റെ അമ്മ എനിക്ക് മേടിച്ചെന്ന ഡ്രസ്സ്. വീട്ടിലെത്തിയപ്പോ നടന്ന വിശേഷങ്ങളൊക്കെ ഇവർ അമ്മമാരോട് പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി ഗൈസ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.